നമസ്കാരം. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം മുഖ്യമന്ത്രി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പത്രസമ്മേളനം നടത്തിയത്. എന്നാൽ ഈ പത്രസമ്മേളനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. സാധാരണ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിൽ പതിവില്ലാത്തൊരു ശൈലിയാണ് ഇത്. പി.വി. അൻവറിനെതിരെയും തൃശൂർ പൂരം കലക്കിയതിനെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയെ ഏറെ പ്രകോപിപ്പിക്കാൻ ഉതകുന്ന ചോദ്യങ്ങളായിരുന്നത്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി വളരെ ചിരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞത്. പി.വി. അൻവറിന്റെ ഒരു ശൈലി എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി. ശശിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി. എന്നാൽ തൃശൂർ പൂരം കലക്കിയതുമായി സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പതിവിൽ നിന്ന് വ്യത്യസ്തനായി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതായത്, തൃശൂർ പൂരം കലക്കുവാൻ വേണ്ടി സംഘപരിവാർ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത്, തൃശൂർ പൂരം കലക്കി എന്ന് മുഖ്യമന്ത്രി തത്വത്തിൽ സംശയിക്കുകയായിരുന്നു. ഇതിന് വീണ്ടും ഒരു അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ത്രിതല അന്വേഷണമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്ക് നാളിതുവരെയായി മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം സഭയിൽ മുഖ്യമന്ത്രിയെ നിർത്തിപ്പൊരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ധരിച്ചിരുന്ന മുഖ്യമന്ത്രി അതിന് തൊട്ട് തലേ ദിവസം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും ADGPയെ സംബന്ധിച്ചുള്ള വിവരത്തിൽ മുഖ്യമന്ത്രി ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. അതായത്, മുഖ്യമന്ത്രിയുടെ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ടില്ല എന്ന തരത്തിൽ തന്നെയുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ADGPയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്നും നീക്കണം എന്നുണ്ടെങ്കിൽ ആരോപണം മാത്രം പോരാ, അതിന് അന്വേഷണ റിപ്പോർട്ട് കൂടി വരണം. അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ടിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന്മേലായിരിക്കും നടപടി ഉണ്ടാവുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ CPI ഒരു കാരണവശാലും ഇനി ADGP MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയോട് കൃത്യമായ രീതിയിൽ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഇക്കാര്യം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർഗശത്രുക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘപരിവാർ ശക്തികളുമായി ഇടതുപക്ഷ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് RSSുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി, മകളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ തൃശൂരിൽ RSS നേതാവായ ദത്താത്രേയ ഹൊസബളയെ കണ്ടത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ADGP MR അജിത് കുമാർ തൃശൂരിൽ RSS നേതാവായ ദത്താത്രേയ ഹൊസബളയെ കണ്ടത് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇതിനൊക്കെ ഞാൻ എന്താണ് മറുപടി പറയുക എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മാധ്യമ സമ്മേളനത്തിന്റെ പതിവ് ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തനായി തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ, കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും ഉണ്ടായ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയുണ്ടായി. കേരള ഹൗസിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരു CPM നേതാവിന്റെ മകനും പരിചയക്കാരനുമായ ഒരാൾ വന്ന് അഭിമുഖം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിമുഖം ഹിന്ദുവിന് നൽകിയത്. എന്നാൽ ആ അഭിമുഖത്തിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ അതിലുണ്ടായി. അതാണ് PR ഏജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ സർക്കാരിന് ഒരു PR ഏജൻസിയും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരണം നടത്തിക്കൊണ്ട് സംസാരിച്ചത്. എന്തായാലും ഇന്ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ PV അൻവറിന്റെയും ADGP MR അജിത് കുമാറിന്റെയും വിവാദ ഹിന്ദു അഭിമുഖത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷവും മറ്റ് ഘടകകക്ഷികളും നിർത്തിപ്പൊരിക്കും എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമ സമ്മേളനം നടത്തിയിരിക്കുന്നത്. തത്വത്തിൽ തൃശൂർ പൂരം കലക്കി എന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടതായി വന്നു. അതിനുവേണ്ടി, അതായത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു പുനരന്വേഷണം ആരംഭിക്കുന്നു എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ നടത്തിയിരുന്ന പ്രസ്താവനയിൽ നിന്നും വാക്കുമാറ്റിയിരിക്കുന്നു. തൃശൂർ പൂരം കലക്കിയത് തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്.